കാലവർഷം നേരത്തെ വരുന്നുണ്ട് പോലും. ആരാ വിളിച്ചത്? ആർക്കാണ് ഇത്ര അത്യാവശ്യം? മെല്ലെ വന്നാ പോരെ? കുറച്ച് സമയം എടുത്ത് മെല്ലെ വന്നാ മതി. കുറച്ച് സമയമൊക്കെ ആവട്ടെ. ഇത് നേരത്തെ വരും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോ വെള്ളമായി, സ്ഥലമില്ല, പോവാൻ എവിടെയും സ്ഥലമില്ലാണ്ടായി. മഴയുടെ പകുതി എത്തിക്കഴിയുമ്പോ തന്നെ വെള്ളപ്പൊക്കം, പ്രശ്നങ്ങള്, അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ വരും. എന്തിനാ അത്ര നേരത്തെ വരുന്നത്? സമാധാനത്തിന് മെല്ലെ വരേണ്ട സമയമാകുമ്പോ വന്നാ മതി. കാലവർഷം മുന്നേ വരും, നേരത്തെ വരുന്ന പറഞ്ഞിട്ട് വീഡിയോ കാണും. ഇപ്പൊ നമ്മളൊക്കെ കാലവർഷം മുന്നേ വരുന്നതിന്റെ തുടക്കങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. എല്ലാം വെള്ളം കയറാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എല്ലാം എടുക്കുന്നുണ്ട്. തോടൊക്കെ വൃത്തിയാക്കി വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെ ചെയ്താലും വെള്ളം കയറുന്ന സമയമാകുമ്പോൾ നമ്മളുടെ അവിടെ വെള്ളം കയറും. ഇതൊക്കെ 2018 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാവിടെയും വൃത്തിയാക്കിയിട്ടുണ്ട്. തോട് വൃത്തിയാക്കി, വീതി കൂട്ടി. ഇന്നലെയൊക്കെ ഇവിടെ പണിയായിരുന്നു ഇതൊക്കെ വൃത്തിയാക്കല്. തമാശ ആയിട്ട് പറയുകയാണെങ്കിൽ കൂടി ഞാൻ പറയുന്നതിൽ കുറച്ചെങ്കിലും കാര്യമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. സാധാരണ പെയ്യുന്ന മഴ പെയ്തിട്ടേ നമ്മളുടെ ഭൂമിയിൽ പോവാൻ വെള്ളമില്ല. അതിനിടയിൽ നേരത്തെ വന്ന എവിടെ പോവും ഈ വെള്ളമൊക്കെ? പുരോഗമനം പുരോഗമനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ പുരോഗമനം മാത്രം മതിയാ? ആളുകൾക്ക് ജീവിക്കണ്ടേ? അപ്പൊ ഈ കാലവർഷം കൂടെ നേരത്തെ വരുന്നതിന്റെ കൂടെ കാലനിയും കൂടെ കൂട്ടിയിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. കാരണം ഉറപ്പാണ് 2018 ഇതുപോലെ നേരത്തെ കാലവർഷം കൂടെ വന്നു. എന്താ സംഭവിച്ചെന്ന് എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പോ എല്ലാവരും കാലവർഷം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാരും നിറയെ മഴ കിട്ടും. ന്യൂസിനകത്തൊക്കെ എന്താ സന്തോഷം. എല്ലാരും പറയുന്നത് ഈ വർഷം എല്ലാവർക്കും നിറയെ മഴ കിട്ടും എന്നാണ് പറയുന്നത്. ഈ മഴ കൊണ്ടില്ലേ, മഴ ഉപയോഗമൊക്കെയാണ്, ഗുണമാണ്, നമ്മൾക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ് മഴ. പക്ഷെ അധികമായാൽ അമൃതും വിഷമാണെന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ. ഓർമ്മയുണ്ടല്ലോ, 2-3 വർഷങ്ങളായി, ഈ 2018 തൊട്ട് ഇതുവരെയും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തായാലും എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പോൾ മഴ കൊണ്ട് നമ്മൾക്ക് ഗുണത്തിനേക്കാളും ഇപ്പൊ ദോഷമാണെന്ന് തോന്നുന്നു നടക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇത്ര ടെൻഷൻ അടിക്കുന്നെങ്കിൽ എനിക്ക് ദോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളൊരു 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഷോപ്പ് തുടങ്ങിയിട്ടില്ലേ മാസങ്ങളേ ആയിട്ടുള്ളൂ. എന്തായാലും ഇതൊക്കെ വരും എന്നാണ് ഞാൻ മുൻകരുതൽ എടുത്ത് തന്നെയാണ് അതൊക്കെ തുടങ്ങിയിരിക്കുന്നത്. എങ്കിലും ഇത്ര നേരത്തെ എങ്കിലും കാലവർഷം വരും എന്ന് പറയുമ്പോൾ നല്ല പേടിയുണ്ട്. കാരണം മിത്രങ്ങളെക്കാൾ ശത്രുക്കളാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ തകർച്ച കാണാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ട്. എങ്ങാനും വെള്ളം കയറി, ആ കടക്കകത്തെങ്ങാനും വെള്ളം കയറി, ആ ഷോപ്പിലെങ്ങാനും വെള്ളം കയറിയാനുള്ള അവസ്ഥ ആലോചിക്കുമ്പോൾ ഇപ്പൊ തന്നെ ഡിബിഡിബിഡിന്ന് അടിക്കുന്നുണ്ട് നെഞ്ചത്ത്. ആരോ ചുറ്റി കൊണ്ട് അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ട് ടെൻഷൻ. എന്തിനാണ് നേരത്തെ വരുന്നത്? മെല്ലെ സമാധാനത്തിൽ വന്നാൽ പോരെ കാലവർഷമേ? കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മെല്ലെ വരൂ. ആരിപ്പോ ധൃതി? ആരിപ്പോ വിളിച്ചു വരുത്തിയത്? ദുരിതത്തിലാക്കരുത് പ്ലീസ്. പ്രാർത്ഥിക്കണേ മഴയൊന്നും വരാതിരിക്കാൻ. മഴക്കാലത്തിന് സ്നേഹിച്ച ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട്. ചെറുതായിരിക്കുന്ന സമയത്ത്, അതായത് 96 ആയതിനും കൊണ്ട് തന്നെ എല്ലാവർക്കും ഏകദേശം അറിയാം. ആ പ്രായത്തിലുള്ള എല്ലാവരും പണ്ടത്തെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കും. മഴക്കാലം, ആ മഴ പെയ്യുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ മടി പിടിച്ച് നമ്മളിങ്ങനെ പുതപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ ലാസ്റ്റ് വഴക്ക് പറഞ്ഞ് വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും സ്കൂളിൽ അയച്ചോടും. അന്ന് നമ്മൾക്ക് മഴ പെയ്താലും ലീവ് തരില്ല. റോട്ടിൽ ഒരു പരിധി കൂടുതൽ റോട്ടിൽ വെള്ളം ഉണ്ടാവില്ല. ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ പാടത്തിന് നടുക്ക് കൂടെയൊക്കെയാണ് സ്കൂളിൽ പോവുക. എന്നാലും എങ്ങനെയാണെങ്കിലും പാവാടയും ഷർട്ടൊക്കെ നനഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പോയാലും അവർ സ്കൂളിൽ കയറ്റും, പഠിപ്പിക്കും. പക്ഷേ അന്ന് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന ഈ ചെറിയ എന്തെങ്കിലുമൊക്കെ ഐറ്റം ഇങ്ങനെ വീട്ടിൽ മഴ സമയത്ത് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളിൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര സംഭവമായ ഒരു സാധനമാണ് ഈ അരി വറുത്തതില്ലേ. പറയുമ്പോൾ തന്നെ പഴയ ആ ഒരു ഓർമ്മ. അരി വറുത്തത് നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്നുമില്ല, സാധാരണ അരി എടുത്തിട്ട് ഇങ്ങനെ ചട്ടിയിൽ കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തിട്ട് അതിങ്ങനെ കഴിക്കുന്ന സമയത്തില്ലേ, മഴ വെളിയിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ സ്കൂൾ വിട്ട് 4 മണിക്ക് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾക്ക് അന്ന് എന്ന് പറയുന്ന സമയത്ത്
നിറയെ ഇങ്ങനെ കുറേ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ നിറയെ തിന്നാനും നിറയെ അങ്ങനെ കുറേ ഐറ്റവും അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഉള്ളത് കുറച്ചാണെങ്കിലും നമുക്ക് അത് ആ സമയത്ത് ആ മഴ പെയ്യുന്ന ആ സമയത്ത് അതേപോലെ നാട്ടിൻപുറമൊക്കെ ആയതുകൊണ്ട് പുളിങ്കിലും ഇല്ലേ, പുളിൻ്റെ ഉള്ളിലുള്ളൊരു കുരു കണ്ടിട്ടില്ലേ, ആ കുരു വറുത്തിട്ട് നമ്മൾ ആ മഴയത്ത് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. ആ കാലത്തൊക്കെ നല്ല മഴയെ നമ്മളെല്ലാവരും സ്നേഹിച്ചവരാണ്. പിന്നെ നല്ല മഴ വരുമ്പോൾ വീട്ടിൽ നമ്മൾ വഴക്ക് പറയുമോ നോക്കി നോക്കി നോക്കിയിട്ട് നമ്മൾ നോട്ടിൽ നിന്നൊക്കെ പേജ് ചെയ്തിട്ട് ഈ തോണി ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ നല്ല മഴ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ നല്ല കുത്തി ഒലിച്ച് പോണ വെള്ളത്തിൽ നമ്മൾ ആ തോണി വിടുന്നത്, അതൊക്കെ അന്ന് നമ്മൾ നന്നായി ആസ്വദിച്ചിരുന്നതാണ്. പക്ഷെ ഇന്ന് ഈ മഴ ഇത്രയ്ക്കും ഈ 2018 ശേഷം ഈ വെള്ളപ്പൊക്കവും അങ്ങനെയൊക്കെ വന്ന ശേഷം ഇപ്പൊ മഴ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. കാരണം എന്താണെന്നറിയോ, ഉരുൾ പൊട്ടണു, ഇങ്ങനെ മഴ നേരത്തെ 6 മാസം ഫുൾ മഴയും ഇടിയും മഴയും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇത്രയധികം പേടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ മഴ വരുന്നു എന്ന് പറയുമ്പോഴേ പേടിയാണ്. അയ്യോ എന്തായിരിക്കും നമ്മൾ, കാരണം നമ്മൾ അന്ന് നാളത്തേന്ന് കൊണ്ട് നമ്മൾ ചിന്തിക്കാനുള്ളതൊന്നുമില്ല. കാരണം എല്ലാ വർഷവും മഴ വരും, മഴ വന്നതിന് മഴക്കാലം കഴിയും പോകും, അത്രേ ഉള്ളൂ. ഇതുപോലെ പ്രശ്നങ്ങളൊന്നും അന്ന് ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അത് കാരണം കൊണ്ട് മാത്രമാണ് മഴനെ ഇത്രയധികം പേടിക്കുന്നത്. പക്ഷെ മഴനെ ഇഷ്ടമാണ്, മഴ വരുന്നത് ഇഷ്ടമാണ്. മഴ വരുന്ന സമയത്ത് ഈ പരിപ്പോടേക്കും പഴംപൊരി അങ്ങനെയൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ ഇഷ്ടമാണ്. മഴയത്ത് ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കാൻ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ മഴ മാത്രം വന്നിട്ട് ഇത്ര നേരത്തെ വന്നിട്ട് ഈ തോട് കണ്ടില്ലേ, അടുത്തത് തന്നെ തോടുള്ളതാണ്. അപ്പോൾ വെള്ളം വേഗം കയറുന്ന ഒരു ഏരിയയും കൂടിയാണ്. അങ്ങനെ വെള്ളമൊക്കെ കയറുമ്പോൾ അതൊരു പേടി. പിന്നെ കുറേ പാവങ്ങൾക്ക് നമ്മൾക്ക് തന്നെ അറിയാലോ, ഈ എന്താ പറയുക ഉരുൾ പൊട്ടിയിട്ടൊക്കെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നെന്ന്. അപ്പം അങ്ങനെയുള്ള എന്താ പറയുക മലയോരങ്ങളിലൊക്കെ താമസിക്കുന്നവര്, പിന്നെ മഴ കൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഈ റോഡ് സൈഡ് ഷീറ്റൊക്കെ ഇട്ടിട്ട് താമസിക്കുന്നവര്, പിന്നെന്താ സ്വന്തമായിട്ട് വീടില്ലാതെ കുടില് കെട്ടിയിട്ടൊക്കെ താമസിക്കുന്നവര്, അല്ല സ്വന്തമായിട്ട് വീടില്ലാതല്ല, ഈ വാർത്ത വീടോ റോഡത്തെ വീടോ ഇല്ലാതെ ഈ കുടിലൊക്കെ കെട്ടിയിട്ട് കുറേ പേര് നമ്മൾ കണ്ടിട്ടില്ല ഈ റോഡ് സൈഡുകളിലൊക്കെ താമസിക്കുന്നത്. അവരുടെയൊക്കെ അവസ്ഥ മഴ പെയ്ത് കഴിയുമ്പോൾ അത്ര വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും മഴ ഇഷ്ടമാണ്. മഴയാണെങ്കിലും നമുക്ക് മഴ മാറിക്കഴിഞ്ഞിട്ടുള്ള ആ കാലാവസ്ഥ അതെല്ലാം ഇഷ്ടമാണ്. പക്ഷേ മഴ ഒരു നല്ലതാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അതിങ്ങനെ സമയം തെറ്റിയിട്ട് നേരത്തെ വരികയും കൂടി ചെയ്യുമ്പോൾ അതാണ് ഒരു പേടി. അപ്പോൾ ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബൈ. രാവിലെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഒരു കുറവുമില്ല. അതായത് ഇടയ്ക്ക് പോവും തിരിച്ചു വരും, ഇടയ്ക്ക് പോവും തിരിച്ചു വരും. പിന്നെ എന്താ പറഞ്ഞ കാലാവസ്ഥ പ്രവചിക്കുന്നവർ ഇനിയും 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ മഴ വരുള്ളൂ എന്നാണ്. എൻ്റെ പൊന്ന് എന്താ പറയാ, മഴ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ എത്ര നേരം എന്നറിയാം മഴ പെയ്തോണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയതാണ്, ഒരു ഡിസ്പ്ലേ പോലും വെക്കാൻ പറ്റുന്നില്ല മഴ കാരണം കൊണ്ട്. ഇതെന്താ മഴ കാണിച്ചുതരാം. അതിനു മുമ്പ് വെള്ളം ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയപ്പോൾ ഇതിൻ്റെ ഇത്ര ഭാഗമില്ലേ, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെ താഴേക്ക് നമ്മൾ റാക്കാക്കാണ്ട് ബാക്കാൻ. ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകയാണ്, കണ്ട ആ പെയ്തോണ്ടിരിക്കുന്നതിനെ കൊണ്ട് അവിടെ ഈ ഷീറ്റിൻ്റെ മേലിൽ നിന്ന് വെള്ളം വീഴുന്നതുകൊണ്ടില്ലേ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നില്ലേ. ഇതണ്ട മഴ പെയ്യുന്നത്. ഇതിൻ്റെ ആ റോഡ് കണ്ടില്ലേ, ആ റോഡിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറക്കമാണ്, കണ്ട ആ ഇറക്കമുള്ളത് കാരണം കൊണ്ട് ആ മഴ പെയ്ത് കഴിഞ്ഞ് വെച്ചാൽ വെള്ളം മുഴുവൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ താഴ്ചയുള്ള ഭാഗം എവിടെയാണോ അവിടെയാണ് വെള്ളം ഇങ്ങനെ നിൽക്കുക. മഴ പെയ്യുന്നുണ്ട്, കണ്ട റോട്ടിലേക്ക് കാണുന്നില്ലേ മഴ പെയ്യുന്നത്. താഴെ നോക്കിയാൽ അറിയാം, റോട്ടിൽ ആ വെള്ളം നിൽക്കുന്ന അവിടെ തുള്ളികൾ വീണ് കണ്ട. രാവിലെ തുടങ്ങിയ മഴയാണ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ കാണുന്നതാണ് തോട്, കണ്ട ആ കാണുന്നതാ തോട്. അവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് വെച്ചാൽ ഒഴുകി പോകുന്നില്ല. അവിടെ ഇങ്ങനെ ആ പാലത്തിൻ്റെ അടിയിലും കുറേ പാറയൊക്കെ ഉള്ളത് കൊണ്ട് ഒഴുകി പോകുന്നില്ല. അപ്പോൾ ആ വെള്ളം ഇവിടെ അങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ അവർ കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട്, എന്നാലും വെള്ളം കയറും. കഴിഞ്ഞ പ്രാവശ്യം വീതി കൂട്ടിയിട്ടും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒഴുകി താഴോട്ട് പോയാലല്ലേ ആ വെള്ളമൊക്കെ ഇങ്ങനെ പുഴയിലോട്ട് പോയി ചേരുക. ഇത് ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന കാരണം കൊണ്ട് ഇവിടെ നിന്ന് വീതി കൂട്ടി, എന്നാലും വെള്ളം വന്ന് ഒരു ഏകദേശമൊക്കെ വെള്ളം ഇങ്ങനെ ഇവിടെ നിൽക്കും. അല്ലാതെ
മൊത്തം അങ്ങോട്ട് ഒഴുകി പോവുകയില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയിട്ടില്ലേ, ഈ റോഡ് ഈ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് താഴോട്ടായത് കാരണം കൊണ്ട് തന്നെ വെള്ളം ഇപ്പം ഇത്രയും അളവിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഈ ചങ്ങനെ ഇട്ടിട്ടില്ലേ, അതിൻ്റെ അളവിൽ വെള്ളം ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വയനാട് വെള്ളം കയറിയില്ല ആ സമയത്ത്. എന്നിട്ട് ഉള്ളിലേക്ക് ഇവിടെ ഇത്തിരി പൊക്കമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഇത്രയും ഭാഗം ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. എൻ്റെ കയ്യിൽ ആ പഴയ ഫോട്ടോ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇപ്രാവശ്യം മുൻകരുതലൊക്കെ എടുത്തിട്ട് എന്താ ചെയ്തതെന്നറിയോ, ഇതില്ലേ ഇതിൻ്റെ താഴേക്കാണല്ലോ, എന്തായാലും ഇതിൽ കൂടുതലധികം അങ്ങനെ വെള്ളം കയറില്ല. അപ്പോൾ അതിൻ്റെ ഇത്രയും ഗ്യാപ്പ് ഇങ്ങനെ താഴെ റാക്കിനെ ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ മേലോട്ട് പൊക്കിയിട്ട് റാക്ക് പണിതിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ വേണ്ട, ഇവിടെ എല്ലാം ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ റാക്കിന് പെട്ടെന്ന് വെള്ളം കയറില്ല. അപ്പം നമുക്ക് തുണി മാത്രം വേഗം മാറ്റാൻ പറ്റും. പിന്നെ ഈ ടേബിളില്ലേ, ഈ ടേബിൾ വന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റുന്ന പോലെയുള്ളതാണ്. അപ്പം നമ്മൾക്കുണ്ടല്ലോ, അഥവാ അങ്ങനെ പെട്ടെന്ന് വെള്ളം വരികയാണെങ്കിൽ ഈ ഷട്ടറില്ലേ, ഞങ്ങൾ ആദ്യം വിചാരിച്ച ഷട്ടർ തുറക്കാനാണ്, അടയ്ക്കാനാണ് വിചാരിച്ചത്. ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് അടയ്ക്കുക. ഷട്ടർ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതിനെ കൊണ്ട് ഭയങ്കര എന്തോ ഒരു വൃത്തികേട് പോലെ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഷട്ടർ തുറക്കണ്ട, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്, ഇപ്പോൾ മണി പ്ലാന്റ് പോലെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ മറ്റേ കളർഫുള്ളായി എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചപ്പോഴും ഒരു കാര്യം ആലോചിച്ചു. വെള്ളം കയറി കഴിഞ്ഞാലേ ഈ റോട്ടിലേക്ക് താഴെ കുറച്ച് താഴ്ച കൂടുതലായതുകൊണ്ട് കൊണ്ട് തന്നെ വേഗം വെള്ളം ഉള്ളിലേക്ക് കുറച്ച് താഴ്ച, ഇവിടെ വെള്ളം കയറുന്നതിനേക്കാളും മുമ്പേ റോട്ടിലേക്ക് വെള്ളം എന്തെങ്കിലും ചെറിയ മഴ പെയ്താൽ പോലും റോട്ടിൽ വെള്ളമാവും. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടി ഇവിടെ വെള്ളം കയറിയാൽ ഇവിടത്തെക്കാളും താഴ്ചയായിരിക്കും റോട്ടിലേക്ക്. ആ റോട്ടിലേക്ക് താഴ്ചയാകുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ സാധനം എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോണ സമയത്ത് കണ്ട ഇവിടെ ഒരു പൊക്കമുണ്ട്. ഈ പൊക്കത്തിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ഒരു താഴ്ച, അത് കഴിഞ്ഞ് അവിടെ താഴ്ച, അത് കഴിഞ്ഞിട്ടാണ് റോട്ടിലേക്ക്. അപ്പോൾ ഇവിടെ വെള്ളം കയറിയാൽ പോലും താഴ്ചയുള്ള റോട്ടിലേക്ക് നല്ല താഴ്ചയാവും. ആ താഴ്ച എന്ത് ചെയ്യുന്നറിയോ, അങ്ങനെ ചുറ്റി നമ്മൾ സാധനങ്ങളെല്ലാം ഇറക്കിയിട്ട് നമ്മൾ മേലെയല്ലേ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ആ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ സൈഡ് കൂടെ ഈ ഷട്ടറിൻ്റെ പുറകിൽ കൂടെ കൊണ്ടുപോയിട്ട് പിന്നെ മേലെ കൊണ്ടുപോകുമ്പോഴേക്കും ഒരുപാട് സമയമാവും. നമ്മുടെ സാധനങ്ങളിൽ കൊണ്ടുപോകാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മൾ ചിലപ്പോൾ അധികം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ രാത്രി 3 മണിയാകുമ്പോഴല്ലേ വെള്ളം കയറിയത്. അതുപോലെ രാത്രിയാണ് വെള്ളം കയറുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഞങ്ങൾ ഈ ഷട്ടർ ഇപ്പോഴും ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഇത് തുറന്നു കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഈ കട്ടിംഗ് ടേബിളില്ലേ, ഈ കട്ടിംഗ് ടേബിൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മറ്റെന്താ പറയുക വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റും. അപ്പോൾ ഈ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വേഗം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയാൽ ഏകദേശം വെള്ളം കയറുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് ഒരു പക്ഷേക്ക് മേലേക്ക് കയറ്റാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്ത് കുറേ വീടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക്, ഇപ്പോൾ അവിടെ പരിചയമുള്ള കുറേ വീടുണ്ട്, നമ്മൾക്ക് പറ്റിയ കുറച്ച് ആളുകളുടെ വീടുണ്ട്. അപ്പോൾ അവിടേക്ക് മാറ്റാൻ പറ്റും. വീട്ടിൽ അവരിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മേലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റും. പക്ഷേ എന്നാലും വെള്ളം കയറാതിരിക്കാനാണ് അധികവും നോക്കുക. കാരണം കയറി കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ ഗ്ലാസിൻ്റെ ഈ സൈഡിലോ ഇതൊക്കെ പ്രശ്നമാവുമോ എന്നൊന്നും അറിയില്ല. ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അതാണ് പേടി. മഴ പെയ്ത് കഴിയുമ്പോൾ കാലവർഷം നേരത്തെ വരുമ്പോൾ ഒരു പേടി അതാണ്. ഭയങ്കര സൗണ്ടാണ് ഈ വെള്ളം. ആ ഷീറ്റിൽ നിന്ന് മേലത്തെ വെള്ളം ഷീറ്റിലേക്ക് വീണുകൊണ്ട് നല്ല സൗണ്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ഏകദേശം ഞങ്ങൾ ഈ വെള്ളത്തിലേക്ക് മുൻകരുതൽ എടുത്ത് തന്നെയാണ് നമ്മൾ പണിതിരിക്കുന്നത്. അപ്പോൾ വെള്ളം കയറിയാൽ എന്താവും, ഇല്ല നഷ്ടമാവോ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. പിന്നെ നെയ്റ്റിയും തുണികളൊക്കെ നമുക്ക് അത്യാവശ്യം വേഗം തന്നെ നമ്മളെ വെള്ളം കയറണമെന്നുള്ള ഏകദേശം അറിയുമ്പോൾ സാധനമൊക്കെ മാറ്റും. അതിൻ്റെ ഒരു പേടിയുമില്ല. ഈ റാക്കിൽ മാത്രം വെള്ളം കയറിയാലേ ഒരു പേടിയുള്ളൂ. പിന്നെ ഈ ടേബിൾ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, വേഗം മാറ്റാൻ പറ്റുന്ന രീതിക്കാണ് ഈ ടേബിളൊക്കെ പണിതിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ.